ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2025 +2 തുല്യതാ പൊളിറ്റിക്കൽ സയൻസ് മോഡൽ ചോദ്യപേപ്പറാണ്. നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 16 സ്കോറിന് ഉത്തരം എഴുതുക. ചോദ്യം നോക്കാം. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട നേതാവിനെ കണ്ടെത്തുക. ഉത്തരം മേധ ഭട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട നേതാവാണ് മേധ ഭട്കർ. അടുത്ത ചോദ്യം, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ആര്? ഉത്തരം VP സിംഗ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രിയാണ് VP സിംഗ്. അടുത്ത ചോദ്യം, ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ ഡാഷിൽ വെച്ചാണ്. ഉത്തരം റിയോ ഡി ജനീറോ. ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയ നേതാക്കളെ കണ്ടെത്തുക. ജയ് ജവാൻ, ജയ് കിസാൻ, ഗരീബി ഹട്ടാവോ. ഉത്തരം നോക്കാം. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും സാർക്കിലെ 2 അംഗരാജ്യങ്ങളെ കണ്ടെത്തുക. ഉത്തരം ഇന്ത്യ, നേപ്പാൾ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ ഡാഷ് സ്ഥിരാംഗങ്ങളും ഡാഷ് അസ്ഥിരാംഗങ്ങളും ഉണ്ട്. ഉത്തരം 5, 10. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ 5 സ്ഥിരാംഗങ്ങളും 10 അസ്ഥിരാംഗങ്ങളും ഉണ്ട്. അടുത്ത ചോദ്യം, ആസിയാൻ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലകൾ എന്നതാണ് ചോദ്യം. 3 എണ്ണം ഉണ്ട്. അതിൽ 1 എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 എണ്ണം എഴുതണം. ഉത്തരം നോക്കാം. ആസിയാൻ സുരക്ഷാ സമൂഹം, ആസിയാൻ സാമ്പത്തിക സമൂഹം, ആസിയാൻ സാമൂഹിക സാംസ്കാരിക സമൂഹം. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇത് തെറ്റായാണ് കൊടുത്തിരിക്കുന്നത്. യോജിക്കുന്നവ ചേർത്തെഴുതുക. ഉത്തരം നോക്കാം. ഭാരതീയ ജനസംഘം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായൺ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി AK ഗോപാലൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യവും ചേരുംപടി ചേർക്കുക എന്നതാണ്. ഇത് തെറ്റായാണ് കൊടുത്തിരിക്കുന്നത്. യോജിക്കുന്നവ ചേർത്തെഴുതുക. ഉത്തരം നോക്കാം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഒന്നാം ഗൾഫ് യുദ്ധം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം, ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധം, ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് അൽ ഖ്വയ്ദയ്ക്കെതിരെയുള്ള ക്രൂയിസ് മിസൈൽ ആക്രമണം. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം. ചോദ്യം നോക്കാം. ആദ്യ പൊതു തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് മേധാവിത്വം ലഭിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? അടുത്ത ചോദ്യം, ആഗോളവൽക്കരണത്തിന്റെ ഏതെങ്കിലും 3 സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം, ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് ഒരു ലഘു വിവരണം തയ്യാറാക്കുക. അടുത്ത ചോദ്യം, ദളിത് പാന്തേഴ്സിനെ കുറിച്ച് ചുരുക്കി എഴുതുക. അടുത്ത ചോദ്യം, പാകിസ്ഥാൻ സുസ്ഥിര ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം. ചോദ്യം നോക്കാം. 1969 കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദീകരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ തർക്കമേഖലകളെക്കുറിച്ച് വിവരിക്കുക. അടുത്ത ചോദ്യം, പൊതുവൈവിധ്യ ഉത്തരവാദിത്തം എന്ന ആശയം വിശദീകരിക്കുക. അടുത്ത ചോദ്യം, സുരക്ഷാ ഭീഷണിയുടെ ചില പുതിയ സ്രോതസ്സുകൾ താഴെ കൊടുക്കുന്നു. വിശദീകരിക്കുക. ആഗോള ഭീകരവാദം, സാംക്രമിക രോഗങ്ങൾ. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവം എന്നാൽ എന്ത്? അതിൻ്റെ ഏതെങ്കിലും 2 ദോഷങ്ങൾ എഴുതുക.
21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 5 സ്കോർ വീതം. ചോദ്യം നോക്കാം. 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുക. അടുത്ത ചോദ്യം, പരിഷ്കരിക്കപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം വേണമെന്ന ആവശ്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? സാധൂകരിക്കുക. ചോദ്യം നോക്കാം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക അഭിലാഷങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചുവടെ കൊടുക്കുന്നു. വിശദീകരിക്കുക. വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, അന്യർക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ. അടുത്ത ചോദ്യം, ഒരു ബദൽ അധികാര കേന്ദ്രം എന്ന നിലയിൽ ചൈനയുടെ വളർച്ചയെക്കുറിച്ച് വിവരിക്കുക. അടുത്ത ചോദ്യം, 1989 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ച 5 പ്രധാന സംഭവ വികാസങ്ങൾ ചുരുക്കി എഴുതുക. 26 മുതൽ 28 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 8 സ്കോർ വീതം. ചോദ്യം നോക്കാം. സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിനുള്ള കാരണങ്ങൾ വിവരിക്കുക. അടുത്ത ചോദ്യം, 1975 ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുക. സൂചന, സാമ്പത്തിക പശ്ചാത്തലം, ഗുജറാത്ത് ബീഹാർ പ്രക്ഷോഭങ്ങൾ, ജുഡീഷ്യറിയുമായുള്ള തർക്കം, അലഹബാദ് ഹൈക്കോടതി വിധി. അടുത്ത ചോദ്യം, ഇന്ത്യ വിഭജന പ്രക്രിയയിലെ പ്രതിസന്ധികളും വിഭജനത്തിന്റെ പ്രത്യാഘാതങ്ങളും വിശദീകരിക്കുക. ഇത്രയുമാണ് 2025 പൊളിറ്റിക്കൽ സയൻസ് മോഡൽ ചോദ്യപേപ്പർ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.